ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. എളനാട് മേപ്പാടം റോഡിലൂടെ അമിതഭാരത്തിലും അളവിലും കല്ലുകൾ കയറ്റിപ്പോകുന്ന ടോറസ് വാഹനങ്ങൾക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടി. ഇത് സംബന്ധിച്ച് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് വടക്കാഞ്ചേരി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതി നൽകി. ഇത് കഴിഞ്ഞ ദിവസം ടോറസ് ലോറിയിൽ നിന്ന് വീണ കല്ലാണ്. അത്ഭുതകരമാണ് ഇവിടെ യാത്രക്കാരൊക്കെ രക്ഷപ്പെടുന്നത്. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ടോറസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബോഡി ലെവലിൽ കല്ല് വന്നാൽ തന്നെ അത് ഓവർലോഡാണ്. ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട്. കൃത്യമായ നടപടിയെടുക്കണം. അതല്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അമിതഭാരം കയറ്റിപ്പോയ ഒരു ലോറിയിൽ നിന്ന് ആലിഞ്ചുവോട് ഭാഗത്ത് വെച്ച് ഭീമൻ കല്ലുകൾ റോഡിലേക്ക് തെറിച്ചു വീണിരുന്നു. അപകട സമയത്ത് റോഡിൽ മറ്റ് യാത്രക്കാർ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് നാട്ടുകാർ പറയുന്നു. BM&BC നിലവാരത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത റോഡുകൾ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും തകർന്നത് പ്രദേശത്ത് തുടർക്കഥയാവുകയാണ്. എളനാട് തിരുമണി റോഡിന്റെ 5 കിലോമീറ്റർ ഭാഗം കഴിഞ്ഞ ജനുവരി 1-നാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ കൃത്യം 2 മാസം പിന്നിട്ടപ്പോഴേക്കും റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ വിജിലൻസിനും PWD ചേലക്കര ഓഫീസിലും നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. അമിതഭാരം കയറ്റിപ്പോകുന്ന ടോറസുകളെ നിയന്ത്രിക്കുക, തകർന്ന റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കുക, എളനാട് മേപ്പാടം റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഷാജഹാൻ എളനാട് മുന്നറിയിപ്പ് നൽകി. ടോറസിൽ നിന്ന് കല്ല് വീണ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദേശത്ത് BM&BC നിലവാരത്തിൽ പണിത റോഡുകൾ പോലും നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എളനാട് തിരുമണി റോഡ് 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 5 കിലോമീറ്ററാണ് BM&BC നിലവാരത്തിൽ പണിത് 1/1/2026 നിർമ്മാണം പൂർത്തീകരിച്ചത്. 2 മാസം പിന്നിടുമ്പോഴേക്കും റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ പോകുന്നത് കൊണ്ടാണ് എന്നാണ് പൊതുവായി പറയുന്നത്. പക്ഷേ അതൊരു ആധികാരികമായി അന്വേഷിച്ച് നമുക്ക് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ഈ വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ വിജിലൻസിലും അതുപോലെ തന്നെ ചേലക്കര PWD ഓഫീസിലും പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ റോഡിൻ്റെ നിർമ്മാണത്തിൽ അപാകതകൾ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, റോഡ് എത്രയും പെട്ടെന്ന് തകർന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കുക, അതുപോലെ തന്നെ എളനാട് മേപ്പാടം റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചിട്ടുണ്ട്. കാന ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും കാനകളില്ലാത്തതുകൊണ്ട് മഴ പെയ്താൽ റോഡിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നു, യാത്രക്കാർക്ക് ഭീഷണിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അത് നടപടിയെടുത്തിട്ടില്ലെങ്കിൽ, വളരെ അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. പ്രദേശവാസികളായ ഉദയപ്പൻ, കണ്ണൻ, മാർക്കോസ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. You are watching VCV News.